കുറച്ച് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കിച്ചൺ ഷെട്ടിയിട്ട് കളിക്കാൻ പോവാണ്. ഇഷാമുമുണ്ട്, ഞാനുമുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചിക്കനായിട്ട് മൾബറിയാണ് എടുക്കുന്നത്. മൾബറി കത്തിയിട്ട് ഇങ്ങനെ കൊത്തിയിട്ടാണ്. ഇതാ ഒരു മൾബറി എടുത്തു. ഇതാ നമ്മളിങ്ങനെ കത്തിയിട്ട് അരിയണം. പക്ഷേ വീഡിയോ പിടിച്ച അതവിടെ വെക്കുക, അതവിടെ വെക്കുക. എന്നിട്ട് ഞാൻ നിർത്തണം. എന്നെ പിടിക്കുക, കറക്റ്റ് വേണം. അപ്പം നമ്മൾ ചിക്കൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മൾബറിയാണ്, ഞാൻ ചിക്കൻ പോലെ ആക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയല്ലേ കളിക്കാൻ വയ്ക്കുള്ളൂ. ഷമാനക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ പാത്രത്തിൽ എടുത്തു. അങ്ങനെ ഈ ഫുൾ മൾബറി ആക്കണം. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇടും കേട്ടോ. എന്നിട്ട് ബിരിയാണി റൈസ് ആക്കാൻ നമ്മൾ എന്താ ആക്കണമെന്ന് കാണിച്ചു തരാം. ബിരിയാണി റൈസ് ആക്കാൻ തുറക്കട്ടെ റൈസ്. അതാണ് പായൽ ഉണങ്ങിയൊക്കെയാണ്. അതിക്ക് നമ്മൾ എണ്ണ ആയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളമാണ്. ഉപ്പിൻ്റെ മുകളിൽ ഓട്ടാക്കിയിട്ട് അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാൻ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഇതാണ് നമ്മളെ കിച്ചൺ സെറ്റ്. കുറച്ച് സാധനങ്ങൾ നിങ്ങളെ ഉപ്പൊക്കെ എന്താ വെച്ചാൽ ഈ സാധനമാണ്. ഇതിൽ മണ്ണാണ്, മരുന്നിൻ്റെ പൊടിയാണ്. മുളക് അരച്ച് മുളക് മൾബറി ആക്കിയൊക്കെയാണ് മുളക്. അപ്പം നമ്മൾ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഫുള്ളും ആക്കണം. പിടിക്കണോണ്ട് മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ. പിടിച്ചാൽ ഞാൻ ഓക്കെ. നമ്മൾ ചിക്കൻ നുറുക്കാണ്. ഈ ചിക്കൻ നുറുക്കി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ മുളക് അരച്ചത് റിംഷാദിക്ക് ഇടാൻ പോണ്. ചിക്കനൊക്കെ അരിഞ്ഞ് സെറ്റാക്കി. നമ്മൾ ഉപ്പ് ഇത് തന്നെയാണ് കേട്ടോ. ഉപ്പ് എല്ലാം ഇത് തന്നെയാണ്. കഴിഞ്ഞാൽ ആ ഒരെണ്ണം എടുക്കും, പിന്നെ അതെടുക്കും. ഈ കുപ്പി കഴിഞ്ഞാൽ എല്ലാതും ഇത് തന്നെയാണ് ആക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടുണ്ട്. കുറച്ച് മുളക് അരച്ചത് നമ്മൾ ചിക്കൻ ഇടാൻ പോവുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ എന്തുണ്ടാക്കും? അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടുണ്ട്. കുറച്ചും കൂടി എണ്ണ അതെന്തിനാ തോന്നുന്നു. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് വേണ്ടത് വേണ്ട ഇതിൻ്റെ ഒഴിച്ചിക്കണം. ഓക്കെ. എന്താ പറയണ്ടേ? പായലിനെ അപ്പോൾ നമ്മൾ ഉപ്പിട്ടു. ഞങ്ങൾ പായൽ പായൽ ഇതിക്കുള്ള കേട്ടോ. പായൽ നാശാക്കല്ലേ, ഇതിക്ക് തന്നെ എടുത്താ. അപ്പോൾ നമ്മൾ ഞാൻ ഉണ്ടാക്കുന്നത് എന്താ പറയുക, മന്തിയാണ്. ഉപ്പിട്ടു ഇളക്കി. ഇത് ബിരിയാണി. നമ്മൾ ഉണ്ടാക്കുന്നത് മന്തിയാണ്. മുളക് പൊടി ഇടാണ്. മന്തിയിൽ നമ്മൾ ഇത് ചിക്കനാണ്. മുളക് പൊടി ഇട്ടുണ്ട്. ഇതും ചിക്കനാട്ടോ ഷാമേ. ചിക്കൻ അല്ല, അത് റൈസാണ്. റൈസ് നമ്മളിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പറ്റിട്ട് റൈസ് എണ്ണയിലോ കഴുകല്ല. നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട്, ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ ഗരം മസാല ഇടാണ്. ഇട്ടു നമ്മൾ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. മറ്റേ കളറ് ഇനി ചോപ്പ് കളർ, നമ്മളെ മന്തിക്കുള്ള കളറും ഓക്കെ ഇതിൻ്റെ ഒന്ന് വേണം. അപ്പോൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം വയ്ക്കാം. ഓക്കെ. എന്നിട്ട് മൂടി വെക്കാം. നമുക്ക് പാത്രം വയ്ക്കണം. വീതി വെക്കുക. ചിക്കൻ വന്നിട്ട് നമ്മൾ റൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ
ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ അതോ മൾബറി ചിക്കനും ഉണ്ടായിരിക്കടി എന്താന്ന് വീട്ടിൽ. അപ്പോൾ നമ്മളെ ഇതൊക്കെ ഉണ്ട്. നമ്മൾ റൈസായിട്ട് പായലാണ് ഉപയോഗിക്കുന്നത്. പായൽ എന്താ പായൽ ഇതിക്കിടാണ്. ഇതാണ് നമ്മളെ റൈസ്. എന്നിട്ട് നമ്മൾ ഇളക്കിയിട്ട് വേവാൻ വെക്കണം. നമ്മളാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കണം. ഗൈസ് നമ്മളെ ചിക്കൻ മൂടി വെച്ചിട്ട് ബിരിയാണി ഓടിച്ച് അരി മണിക്കൂറായി കുഴിമന്തിയാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് ഇടാണ്. ചിക്കൻ ചിക്കൻ പ്ലേറ്റ് കഴുകല്ല, നമ്മൾ തുടക്കാണ്. പ്ലേറ്റ് എന്താ വെച്ചാൽ ഈ പ്ലേറ്റ് തുടക്ക് വളമ്പള്ളാണ്. അപ്പോൾ നമ്മളിത് സെറ്റായിട്ട് റിൻഷ പ്ലേറ്റ് അടിച്ചിട്ട് നമുക്ക് കഴുകണോ? കഴുകണ്ട. അപ്പോൾ നിങ്ങൾ വളമ്പാണ് കേക്കോ. റിൻഷ ഇത് ഈ ബിരിയാണി ഇതിക്കൊന്ന് വളമ്പെടുക്ക്. ബിരിയാണി ഇതിക്ക് പിന്നെ ആ പ്ലേറ്റിക്ക് കേട്ടോ. നമ്മൾ ബിരിയാണി പ്ലേറ്റിക്ക് ആക്കുകയാണ്. ഗ്യാസ് മാറിയാന്ന് ആരും വിചാരിക്കണ്ട. ഓളെ ഗ്യാസ് ബുക്ക് ഓള് കൊണ്ടുവച്ചാണ്. അപ്പം നമ്മൾ ബിരിയാണി വിളമ്പിയിട്ടുണ്ട്. ഇതാണ് ബിരിയാണി. നമ്മൾ തിന്നാൻ പോവാണ്. ഇങ്ങനെ തിന്നാൻ പറഞ്ഞ് നിലത്ത് കളിയായി കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എൻ്റെ ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.